കുണ്ടൂർ രവീന്ദ്രനാഥ് എന്നോട് ഞാൻ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനെ മറ്റുമാണ് കുണ്ടൂരിൽ. എന്ത് സാറേ ഞാൻ വക്കീലാകാൻ പോകുന്നു, എനിക്ക് അങ്ങയുടെ കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ എനിക്ക് അതിനും വേണ്ടി വർക്കൊന്നുമില്ല, നിനക്ക് വല്ല വർക്ക് പഠിക്കണമെങ്കിൽ വല്ല വർക്കുള്ള വക്കീലന്മാരുടെ അടുത്ത് പോകണം എന്ന് അദ്ദേഹം എനിക്ക് ഉപദേശിച്ചു തന്നു. അപ്പോൾ എനിക്ക് ആരെയും പരിചയമില്ല സത്യത്തിൽ. അല്പം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആശുപത്രി, എറണാകുളം ജില്ലാ ആശുപത്രിയുടെ ഈ ഗേറ്റിൻ്റെ അടുത്ത് വർക്കല സോമനാഥൻ എന്ന് പറഞ്ഞൊരാൾ ബോർഡ് വെച്ചിട്ടുണ്ട്. പരിചയമില്ല. എന്തായാലും ബോർഡ് വെച്ചിരിക്കുന്ന വക്കീലല്ലേ. ഇന്നത്തെ പോലെ ജനസംഖ്യയില്ല, വക്കീലന്മാർക്ക് ഇത്ര ജനസംഖ്യ ഏറിയിട്ടില്ല. ഒരു പക്ഷേ ജനസംഖ്യ ഏറിയിട്ടില്ല എന്ന് ഇപ്പോൾ ഞാൻ പറയുമെങ്കിലും അന്ന് ഞാൻ ഹരിപ്പാട്ട് പോയിട്ട് എൻ്റെ അമ്മ ചോദിക്കുമ്പോൾ പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഞാൻ നോക്കിയിട്ട് എല്ലാ തെങ്ങയിലും ഒരു വക്കീലിൻ്റെ ബോർഡുണ്ട്, എല്ലാ തെങ്ങയിലും ഒരു വക്കീലിൻ്റെ ബോർഡുണ്ട്. ഓവർ പോപ്പുലേറ്റഡ് ആണ് എന്നൊരു ധ്വനിയായിരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ഇതിൽ വർക്കല സമാധാനോട് ഞാൻ പോയി ചോദിച്ചു, സാർ ഞാൻ ഇവിടെ സാറിൻ്റെ കുഞ്ഞെ ഇവിടെ കണ്ടില്ലേ ഇത്രയും സ്ഥലം പോലും ഇല്ല, ഇരിക്കാൻ സ്ഥലമില്ല, നിനക്ക് വക്കീലാകണമെന്ന് ഞാനൊരു സജഷൻ പറയാം. ലായം റോഡിൽ ചെന്നാൽ വടക്കൂട്ട് ശങ്കരമേനോൻ എന്നൊരു വക്കീലുണ്ട്, സിവിൽ വക്കീലാണ്. നീ അവിടെ ചെല്ലുക, മനുഷ്യമായിട്ടും നിന്നെ അയാൾ എടുക്കും, കുഴപ്പമൊന്നുമില്ല, നിന്നെ അവിടെ എടുക്കും. പക്ഷേ വേറെ ഉറപ്പൊന്നുമില്ല, ബാക്കിയുള്ള ശേഷം നിൻ്റെ കയ്യിൽ. അങ്ങനെ പോയി ഞാൻ വടക്കൂട്ട് ശങ്കരമേനോൻ്റെ ഓഫീസിൽ, അദ്ദേഹം വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ അല്പം മറവുണ്ടാക്കിയിരിക്കണം. ആ വീടൊക്കെ മാറിയപ്പോൾ വലിയ കെട്ടിടമൊക്കെ ആയി. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് തൊഴുതു, നിന്നു, ഇങ്ങനെ എൻ്റെ ആവശ്യം അവതരിപ്പിച്ചു. അത്രയേ ഉള്ളൂ. വടക്കോട്ട് ശങ്കരമേനൻ്റെ സംഭാഷണം അത്രയേ ഉള്ളൂ. ഒരു നീട്ടിയൊരു മൂളൽ, അനുവാദം എന്നുള്ള മൂളലാണത്. ഒരു വാക്കുപോലും പറഞ്ഞില്ല കേട്ടോ. പിന്നീട് എൻ്റെ അടുത്തൊക്കെ ജൂനിയേഴ്സായിട്ട് വന്നവരുടെ ഞാൻ എന്തുമാത്രം പ്രസംഗിച്ചിരിക്കുന്നു ഞാനിപ്പോൾ അറിയുക. അദ്ദേഹം ഒരു വാക്കുപോലും പറയില്ല. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അന്യായം തയ്യാറാക്കുന്നത്, പ്ലെയിൻറ്റ് തയ്യാറാക്കുന്ന, പത്രിക തയ്യാറാക്കുന്ന, ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ കോടതിയിൽ വാദിക്കുന്ന ഒരു വക്കീലായിരുന്നു വടക്കൂട്ട് ശങ്കരമേനോൻ. അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടി. അവിടെ ഒരു ക്ലാർക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, വിശ്വനാഥൻ. വടക്കൂട്ട് ശങ്കരമേനോൻ്റെ ക്ലാർക്ക് വിശ്വനാഥനാണ് ഓഫീസിൻ്റെ ആൾ ഇൻ ആൾ, എല്ലാ കാര്യം. വടക്കൂട്ട് ശങ്കരമേനോൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇപ്പുറത്തൊരു മുറിയിൽ ഞാൻ, അവിടെ വേറെ എനിക്ക് മുമ്പ് വന്ന ചില ചന്ദ്രശേഖരൻ, സുരേഷ്, ചില വക്കീലന്മാരൊക്കെ ഉണ്ട്, എന്നാലും അധികം പേരൊന്നും ഓഫീസിൽ കാണില്ല. ഞാനൊരു കസേരയിൽ ഒരു മേശക്കരയിൽ ഇരുന്നു. ഒരു കേസിൻ്റെ കെട്ടെടുത്ത് വിശ്വനാഥൻ എൻ്റെ മേശപ്പുറത്തുണ്ട്. എന്താ ചുക്കാണോ ഞുണ്ണമ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേസ് നല്ല അറിയാമല്ലോ, മടക്കി, അന്നത്തെ കേസ് കെട്ട് ഇന്നത്തെ രീതിയിലുമല്ല. നോക്കുമ്പോൾ ഏതാണ്ട് എനിക്കന്ന് 26 വയസ്സോ മറ്റോ പ്രായമുണ്ടെങ്കിലും ആ കേസിന് 37 വർഷത്തെ പ്രായമുണ്ടെന്ന് മനസ്സിലായി. കാരണം പലതവണ റിമാൻഡ് പോയി, സിവിൽ കേസ്. അത് ഞാൻ ഇതെന്ന് കുറച്ചൊക്കെ എന്തൊക്കെയോ മനസ്സിലായി. എന്ത് മനസ്സിലായി എന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. എങ്കിലും അങ്ങനെയാണ് ഈ ഒരു അഭിഭാഷക വൃത്തിയുടെ തുടക്കം. അന്ന് അഭിഭാഷക വൃത്തിയിൽ പിൽക്കാലത്തുള്ള അഭിഭാഷകർ എൻ്റെ ഓഫീസിൽ വന്ന്, എൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ വന്ന പോലോ, എൻ്റെ മകന് മുമ്പ് വന്ന പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായ ആഷ വന്ന പോലെ ഉള്ള അനുഭവമൊന്നും എനിക്കില്ല. കാരണം ആരും ഞാനൊന്നും പഠിക്കാൻ എനിക്ക് വലിയ അവസരം കിട്ടിയില്ല, ആരും ഒന്നും പഠിപ്പിച്ചുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കാര്യം ഞാൻ വടക്കൂട്ട് ശങ്കരമേനോനിൽ നിന്ന് പഠിച്ചത്, നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിരിക്കണം, വിസ്തൃതമായിരിക്കണം നിർബന്ധമില്ല. എസെൻഷ്യൽസ് മസ്റ്റ് ബി ദെയർ ആൻഡ് നോൺ എസെൻഷ്യൽസ് ഷുഡ് നോട്ട് ബി ദെയർ. ഇത് വടക്കൂട്ട് ശങ്കരമേനോൻ്റെ ഡ്രാഫ്റ്റിങ്ങിൽ, പ്രസൻറ്റേഷനിൽ എപ്പോഴും കണ്ടുപഠിച്ചൊരു കാര്യമാണ്. ചുരുക്കിയ പറഞ്ഞു 3 പാരഗ്രാഫിൽ അദ്ദേഹം അന്യായം തയ്യാറാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഫാക്സ്, നോട്ട്, പ്രയർ, കഴിഞ്ഞു, കോർട്ട് ഫീസ്, ബാക്കിയൊക്കെ ജോലി ക്ലാർക്കന്മാരുടെ ജോലി, ഏത് സെക്ഷൻ, കോർട്ട് ഫീസ്. അങ്ങനെ അത് ഒരു വലിയ അനുഭവമാണ്. ആ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം വലിയൊരു അനുഭവമായിരുന്നു. പഠിക്കാൻ വേണ്ടത്ര അവസരം, ഇഷ്ടം പോലെ പുസ്തകങ്ങൾ, അന്നത്തെ നിലയിൽ വേണ്ട പുസ്തകങ്ങളുണ്ട്, വേണമെങ്കിലും അടുത്ത് വെച്ച് വായിക്കാം.
കേസുകളും അദ്ദേഹത്തിന് സിവിൽ കേസേ ഉള്ളൂ എങ്കിലും കേസുകൾ ഇഷ്ടം പോലെ. ക്രിമിനൽ കേസൊന്നും അവിടെ ഇല്ല. ക്രിമിനൽ കേസൊക്കെ നടത്തണമെങ്കിൽ വേറെ വക്കീലന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ് ജൂനിയേഴ്സ് തന്നെ വേറെ ഉണ്ടല്ലോ, അവരാരെങ്കിലുമൊക്കെ നടത്തും. എന്തായാലും ഈ ഒരു അഭിഭാഷകൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഒരു നൊബിലിറ്റി കണ്ട് പഠിക്കാൻ വടക്കോട്ട് ശങ്കരമേനോനിൽ നിന്ന് പഠിക്കണം എന്ന് എനിക്ക് തോന്നി. നല്ല അനുഭവമായിരുന്നു. പക്ഷേ എനിക്ക് അധികകാലം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതും എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഈ വടക്കൂടി ശങ്കരമേനോൻ്റെ അമ്മായിയപ്പൻ അപ്പുമേനോൻ പറഞ്ഞ നമ്മുടെ TD ഹാളിൻ്റെ അപ്പുറത്ത് എതിരോട് ദിവാൻസ് റോഡിൽ ആണ് അവരുടെ വീട്. അദ്ദേഹം വലിയ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ മകള് അമ്മിണിയമ്മയാണ് വടക്കൂടി ശങ്കരമേനോൻ്റെ ഭാര്യ. ഞങ്ങൾ നല്ല നല്ല സ്നേഹമായി. അമ്മയ്ക്ക് എന്നോട് വലിയ ഇഷ്ടം. അമ്മയ്ക്ക് 2 മക്കൾ, രാജേശ്വരിയും പിന്നെ കുമാരിയും പിന്നെ ജയനും വേറൊരു 2 ആണും 2 പെണ്ണും ഒക്കെയാണ്. എല്ലാവരും അവിടെ ലോകത്തിൽ കഴിയുന്നിടയ്ക്ക് ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അതെന്ന് പറയുന്നത് കേരളത്തിലൊരു ഫിഷറീസ് സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് വടക്കൂടി ശങ്കരമേനോൻ്റെ അളിയൻ, ഈ അമ്മിണിയമ്മയുടെ സഹോദരൻ ദേവിദാസ മേനോൻ. ഞാൻ അവിടുത്തെ ഒരു സമരത്തിൻ്റെ സമരസഹായ സമിതിയുടെ കൺവീനറായിട്ട് എന്നെ അവർ നിയോഗിച്ചു. മറ്റേ ട്രേഡ് യൂണിയൻ ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് ഇവരുടെ ബന്ധങ്ങളൊന്നും അറിയില്ല. സമരസഹായ സമിതി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ദേവിദാസ മേനോൻ ഡയറക്ടറുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തു. നല്ലതായിട്ട് മുദ്രാവാക്യം വിളിച്ചു. അപ്പം മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ എന്തായാലും ദേവിദാസമാനന് അനുകൂലമായിട്ടായിരിക്കില്ലല്ലോ. അതൊക്കെ ഈ ആയമ്മ കേട്ടോണ്ടിരിക്കുക. മുദ്രാവാക്യം വിളി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നപ്പം സൈമൺ മാഞ്ഞൂരാൻ വന്ന് എൻ്റെ ഒരു റിട്ടയേർഡ് മാൻ, എൻ്റെ ഒരു സുഹൃത്തുടെ വക്കീലുണ്ട്, വേറൊരു 2 വക്കീൽമാരാണ്. രാജേന്ദ്രനാഥ് ഇന്ന് എന്ത് പണിയാണ് കാണിച്ചേ? എന്തുവാണ്? അല്ല, നിങ്ങൾ ദേവിദാസ മേനോൻ്റെ വീട്ടുപടിക്ക് പോയി സത്യാഗ്രഹം ഇരുന്നോ? ആയിരുന്നു. ആരാ ദേവിദാസ മേനോൻ നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ കൂട്ടുകാർ ചോദിക്കുകയാണ്. നമ്മൾ ആരാ? അത് അതിൻ്റെ ഡയറക്ടറാണ്, ഡയറക്ടർ ഓഫ് ഫിഷറീസ് CIFTയുടെ CIFT എന്നല്ല എൻ്റെ പേര്. എന്താണ്? സിഫ്നെറ്റും അല്ല, കേരളത്തിൻ്റെ തന്നെ മീനിൻ്റെയൊക്കെ ഒരു അവിടെ ഉണ്ട്. അവിടെ ഫൈനാൻസ് ഹോളിൻ്റെ അപ്പുറത്തെ ഓഫീസ്. എൻ്റെ പേര് ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് പ്രോജക്റ്റ് എന്ന് മറ്റേ പേര് IFP. മറ്റേ വിദേശ ഇതിലൊക്കെ പെട്ട് വന്നതാണ്. കപ്പലിൽ പോയി മീൻ പിടിക്കാൻ അവരുടെ ജോലി. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു ദയാനന്ദ എന്നൊരാളാണ് നമ്മുടെ, എനിക്ക് പിന്നീട് കെട്ടിടം വെക്കാനൊക്കെ പ്ലാനൊക്കെ പറയുന്നത്. അവിടെ തന്നെ ആയിരുന്നു നമ്മുടെ ശാന്ത സെബാസ്റ്റ്യൻ്റെ ഭർത്താവിനും അവിടെ തന്നെ ജോലി. പോട്ടെ, എന്തായാലും താൻ കുഴപ്പമില്ല, സാർ തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പം ശങ്കരമേനോൻ അന്വേഷിക്കില്ലല്ലോ. ശങ്കരമേനോൻ ഇതൊന്നും അന്വേഷിക്കില്ല. ഇവിടെ വലിയ കലാപം നടക്കാൻ പോകുന്നുണ്ട്, തന്നെ ഇപ്പം ഇവിടുന്ന് ഗെറ്റ് ഔട്ട് പറയും എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഞാൻ പറഞ്ഞു, വൃത്തിയില്ല, ഒക്കെ കുറ്റമൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരുത്താൻ പറ്റില്ലല്ലോ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിയുമെങ്കിൽ ചിലപ്പോൾ വീട്ടിൻ്റെ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ അങ്ങ് ഒഴിവാക്കി നിന്നാൽ പോരെ തൽക്കാലം. എന്നാൽ അത് വേണ്ടി വന്നില്ല. അപ്പം ശങ്കരമേനോൻ വന്നിട്ട് അദ്ദേഹം 1ാമത്തെ നിലയിൽ കയറി നിലത്ത് ഒരു പുക വിരിച്ച് കിടന്നുറങ്ങുന്ന പറയുന്നുണ്ട്. സന്ധ്യയൊക്കെ കുറച്ച് നേരം വിശ്രമിക്കുന്നത്, അങ്ങനെ അല്ലാതെ കട്ടിലൊന്നും വേണ്ട. അത് ഞാൻ പതുക്കെ കോണി കയറി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ നിലത്ത് പാവിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കൽ ഞാൻ ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് അന്ന് സത്യത്തിൽ ഈ രാമായണമൊക്കെ വായിക്കുന്നതിൻ്റെ ഒരു ഗുണം, അന്ന് രാമായണമൊക്കെ വായിക്കും. ഈ അച്ഛൻ്റെ ഹിതം അച്ഛൻ പറയാതെ തന്നെ അനുസരിക്കുന്ന പുത്രൻ ആണ് ഉത്തമപുത്രൻ. പറഞ്ഞാൽ അനുസരിക്കുന്നവൻ മധ്യമപുത്രനാണ്, പറഞ്ഞാലും അനുസരിക്കാത്തവനാണ് അധമൻ എന്നൊരു ചൊല്ല് അത് രാമായണത്തിൽ നിന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ശ്രീരാമനെ ഉത്തമപുത്രനായിട്ട് പറയുകയും കാനനത്തിന് പോകണം ദശരഥൻ മനസ്സിൽ കാണുമ്പം അത് അച്ഛൻ്റെ ഹിതം അതാണെങ്കിൽ ഞാൻ പൊക്കോളാം, അല്ലാതെ അച്ഛന് ഇഷ്ടമില്ല, പക്ഷേ വാക്ക് കൊടുത്തു പോയില്ലേ. അപ്പോൾ ശ്രീരാമനെ വനത്തിന് അയച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും വേണ്ട, പോയിട്ട് അദ്ദേഹം വോളണ്ടിയർ ചെയ്യാണ്.
പൊക്കോളാം. അപ്പോഴാണ് ലക്ഷ്മണനാണ് പറയുന്നത്, വേണ്ട, അത് പറ്റത്തില്ല, ഈ അച്ഛനെ പിടിച്ച് ഞാൻ അകത്തിട്ടേച്ച് ചേട്ടനെ ഇവിടെ രാജാവായിട്ട് വാഴിക്കാം എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട് രാമായണത്തിൽ. അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, മറക്കൂട്ട് ശങ്കരമേനോനെ ഞാൻ മാനസികമായിട്ട് ക്ലേശിപ്പിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഹിതം എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തോടെ സ്നേഹമായിട്ട് കഴിയുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ഹിതം. അതിന് ഞാൻ തടസ്സമാകാൻ പാടില്ല എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പോരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ നാളെ മുതൽ ഈ ഓഫീസിൽ വരുന്നില്ല. ഇങ്ങനെ 3 വാക്കേ ഞാൻ പറഞ്ഞു. വീണ്ടും ശങ്കരമേനോൻ്റെ സ്വതസിദ്ധമായ ആ മൂളൽ, അങ്ങനെ ആവട്ടെ, ആയിക്കോളൂ. അദ്ദേഹത്തിന് അതിലൊന്നും ക്ഷോഭമോ വിവശതയോ അഭിപ്രായ ഭിന്നതയോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ആ ഓഫീസ് വിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. പിൽക്കാലത്ത് എന്നോട് പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് ശങ്കരമേനോനെ ഈ ഏകലവ്യൻ എന്നുള്ള നിലയിൽ സീനിയറായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തെ എൻ്റെ സീനിയറായിട്ട് കണക്കാക്കി പോയി ഉപദേശം തേടുകയൊക്കെ ചെയ്യും. അതൊന്നും അദ്ദേഹത്തിന് വിരോധമില്ല. കോടതി വെച്ചോ വീട്ടിൽ ചെന്നോ എനിക്ക് ചോദിക്കാം. ഞാൻ അപ്പോഴത്തെ ഔദ്യോഗിക ജൂനിയർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്കും ശങ്കരമേനോൻ്റെ സഹധർമ്മിണിക്കും എന്നോടൊരു വിരോധമില്ലാതായി. പിൽക്കാലത്ത് അവരുടെ എല്ലാ നിയമപ്രശ്നങ്ങളിലും എന്നോട് ശങ്കരമേനോൻ്റെ സഹധർമ്മിണിയും മകനും ജയനും ഒക്കെ തന്നെ എന്നോട് ഉപദേശം തേടുകയും ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അലോഹ്യമൊന്നുമില്ല. അങ്ങനെയാണ് ആ ബന്ധം ഈ പരിക്കു കൂടാതെ വലിയ ഇതില്ലാതെ രക്ഷപ്പെട്ട് നന്നായി പോയി. അപ്പോൾ ഓരോ അനുഭവം പറയാത്തുള്ളൂ. അതിനുശേഷം ഞാൻ 74 ആകുന്നു, ഞങ്ങളുടെ വിവാഹം ഒക്കെ ആകുന്നു. ആ സമയത്ത് എന്നെ യൂണിവേഴ്സിറ്റിയിൽ അതിനിടയ്ക്ക് നിയമവിദ്യാഭ്യാസം ഞാൻ അങ്ങനെ വിട്ടുകളഞ്ഞില്ല. കുറച്ചുകൂടി തുടർന്ന് പഠിക്കാനും സൗകര്യമുണ്ടല്ലോ. വക്കീലായെങ്കിലും പഠിക്കാം. LLM-ന് ചേരാം. ഡോക്ടർ മർക്കോസാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി അന്നത്തെ സെൻട്രൽ മേധാവി. ഡോക്ടർ AT മാർക്കോസ്, രാകേഷൻ, സെബാസ്റ്റ്യൻ സാർ, അങ്ങനെ പോരാഞ്ഞിട്ട് ബാരിസ്റ്റർ MA ജോസഫ്, പ്രൈവറ്റ് ഇൻ്റർനാഷണലുടെ ലെക്ചറാണ്. MA ജോസഫ് എൻ്റെ അയലത്തുകാരനാണ്. ഞാൻ ഗോപാലപ്പുറത്തോട് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വസതിയും ഓഫീസും ഒന്ന് തന്നെയാണ്. വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് MA ജോസഫ് എന്ന് അടുത്ത കാലത്ത് ഉള്ളവർക്കെല്ലാം അറിയാമല്ലോ. അദ്ദേഹം കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ 4 തവണ പ്രസിഡൻ്റായ ആളാണ്. അദ്ദേഹം 68-ാമത്തെ വയസ്സിലോ മറ്റോ ഈ ലോകം വിട്ടുപോവുകയും ചെയ്തു. കക്ഷികളോട് ഒരു മർദ്ദവും ഇല്ലാതെ പെരുമാറുമെങ്കിലും എല്ലാ കേസിലും ഒരു ഭരണഘടന വൈദഗ്ധ്യം പ്രകടിപ്പിക്കുകയും തൻ്റെ ഇടം പ്രകടിപ്പിക്കുകയും മാതൃകാപരമായ അഭിഭാഷക വൃത്തി കാണിക്കുകയും ചെയ്തതാണ് MA ജോസഫ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഞാൻ ഈ ഓഫീസിൽ വന്നോട്ടെ? അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് നമ്മുടെ കുറച്ചു കാലം സിറിയക് ജോസഫ്, അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്നു. കുര്യൻ ജോസഫും ഈ MA ജോസഫിൻ്റെ ജൂനിയറായിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ ബാരിസ്റ്റർ MA ജോസഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാനൊന്ന് സാറിൻ്റെ ഓഫീസിൽ വന്നോട്ടെ? നോ, you are a married man, you are a needy person, I will not be able to pay you. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഞാൻ അതുകൊണ്ട് ചെല്ലണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ മാറ്റി, I don't want any payment from you. Why not you allow me to utilize your library? Oh, that is, you are welcome. You come and utilize the library. I am here to help you. ലൈബ്രറി അന്നത്തെ നിലയിൽ താരതമ്യേന ഒരുപാട് റിപ്പോർട്ട്സൊക്കെ ഉള്ള വലിയൊരു ലൈബ്രറിയാണ് ബാരിസ്റ്റർ MA ജോസഫിൻ്റെ ലൈബ്രറി. കാരണം മറ്റ് ഫോറിൻ പുസ്തകങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരു അനന്തരാവകാശി അഭിഭാഷകയായിട്ട് വന്നില്ല. 3 പെൺമക്കളാണ് അല്ലേ? 3 പെൺമക്കൾ ഉള്ള അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിലും വന്നില്ല. പെൺമക്കളെ കുട്ടികൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹമുള്ളവർ വന്നില്ല. അതൊക്കെ ദൗർഭാഗ്യം. അതുകൊണ്ട് ആ ലൈബ്രറിയൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുക്കളായിട്ട് ചില വക്കീലന്മാർക്ക് കിട്ടി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഓഫീസിൽ ഞാൻ
അവിടെ സന്ദർശകനായിട്ട്, എന്താണ്, ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ചെല്ലും. ഒരു പണവും തരത്തില്ലെന്ന് പറഞ്ഞ ആള് എനിക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ പണം തന്നു തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് ചില വർക്ക് തന്നു ജോലി ചെയ്യാൻ. ആ ജോലി ഞാൻ ചെയ്യുമ്പോൾ ഈ ജോലി ചെയ്യുന്ന ആളിന് പൈസ കൊടുക്കില്ല എന്നുള്ള പിടിവാശിയൊന്നും ബാരിസ്റ്റർ എം എ ജോസഫിന് ഉണ്ടായിരുന്നില്ല. വട്ട് എവർ ഐ ഡിഡ്, അതിന് ഉള്ള റെമ്യൂണറേഷൻ അദ്ദേഹം തരുന്നതിന് സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് അവസരങ്ങൾ ധാരാളം അവസരങ്ങൾ എം എ ജോസഫിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടി. എം എ ജോസഫിൻ്റെ ബന്ധുബലം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബന്ധം കൊണ്ടുമൊക്കെ തന്നെ ധാരാളം വർക്ക് വരുന്നൊരു ഓഫീസായിരുന്നു. എനിക്കൊരു ഓർമ്മയിലൊരു കേസ് വേണം പറയാം. ഈ ഫുഡ് അഡൾട്രേഷൻ ആക്ട് എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മേഖലയാണ്. ഞാൻ ക്രിമിനൽ സൈഡിലൊന്നും പ്രാക്ടീസ് ചെയ്തില്ല. മട്ടാഞ്ചേരി കോടതിയിൽ ഭാനുമതി എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ NSSൻ്റെ ഒരു നേതാവിൻ്റെ ഭാര്യയാണ്, ഉപേന്ദ്രനാഥ കുറുപ്പാണെന്ന് തോന്നുന്നു. അതൊന്നും നമുക്ക് വിഷയമല്ല. അവിടെ ആ കാലത്ത് ബാരിസ്റ്റർ ജോസഫിൻ്റെ എന്നെ ഏൽപ്പിച്ച ഒരു കേസ്, ഫുഡ് അഡൾട്രേഷൻ കേസ് ട്രയൽ നടത്താൻ പോയി. ഐസ് കാൻഡിയിൽ സാക്കറിൻ ചേർത്തു എന്നുള്ളതാണ് സബ്സ്റ്റൻസ് ഓഫ് ദി അലിഗേഷൻ. അപ്പം ലാബറട്ടറി റിപ്പോർട്ട് അതൊക്കെയാണല്ലോ അല്ലേ. അപ്പം ഞാൻ ഈ ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ദിവ്യനെ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചു ഏത് കണ്ടെയ്നറിലാണ് വാങ്ങിച്ചത്? അപ്പോൾ കണ്ടെയ്നർ എവിടെ നിന്ന്, അവിടെ നിന്ന് പത്രങ്ങൾ, അതൊക്കെ പറഞ്ഞു. ഒക്കെ തെറ്റി, അതൊക്കെ എല്ലാം തെറ്റി, ചോദ്യങ്ങൾക്കൊക്കെ തെറ്റി. ഇത് എവിടെ വെച്ചാണ് വേ ചെയ്തത്? അവസാനം അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൻ്റെ ഏതോ ഒരു ത്രാസിൽ വെച്ചാണ്. അപ്പോൾ ആ ത്രാസിൽ അതിനു മുമ്പ് എന്തെല്ലാം സാധനം ഇട്ട് തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടാമിനേഷനൊക്കെ പറയുന്നത്, അതൊന്നും അയൽക്കാർ പറയാൻ കഴിഞ്ഞില്ല. നന്നായിട്ട് ട്രയൽ നടത്തിയാന്ന് എനിക്കത് ബോധ്യം തോന്നി. കാരണം ഒരിക്കലും ഈ ഒഫൻസ് ശരിയായ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ തെളിഞ്ഞിട്ടില്ല. എന്തായാലും കേസ് വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ചിട്ട് ദൗർഭാഗ്യവശാൽ ഒരു 5-6 തവണ അഡ്ജൻ ചെയ്തിട്ടും വിധി പറയുന്നില്ല. 7-ാം തവണ കേസ് വിധി പറയുന്നു. എൻ്റെ കക്ഷിയെ 6 മാസം തടവിനും 2000 രൂപ പിഴയ്ക്കും ശിക്ഷിക്കും. അത് കേട്ടിട്ട് ഞാൻ ബാരിസ്റ്റർ എം എ ജോസഫിൻ്റെ അടുത്ത് അല്പ സങ്കടത്തോടുകൂടി, സാർ ഇങ്ങനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വാട്ട് ഓഫ് ദാറ്റ്, ദർ ഈസ് എൻ അപ്പീൽ. നോക്കൂ, ശിക്ഷിച്ചതിനെ പറ്റിയുള്ള വിഷമങ്ങളൊന്നും ബാരിസ്റ്റർ ജോസഫിനില്ല. എന്തൊരു ധൈര്യമാണ് ഇതിന്. വാട്ട് ഓഫ് ദാറ്റ്, ദർ ഈസ് എൻ അപ്പീൽ. യു ഫയൽ ദി അപ്പീൽ. അതായത് യു ഫൈൻഡ് ഔട്ട് സം സീനിയർ അഡ്വക്കേറ്റ് ഫയൽ ദി അപ്പീൽ എന്നല്ല. ഞാൻ അപ്പീൽ ഫയൽ ചെയ്തു. അത് എലിസബത്ത് മത്തായി ഇടുക്കുള എന്ന സെഷൻസ് ഡിസ്ട്രിക്ട് ജഡ്ജി, അന്ന് അവർ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് ഇവിടെ, അവരുടെ ബെഞ്ച് വരുന്നു. എലിസബത്ത് മത്തായി ഇടുക്കുളെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നീട് അവർ വക്കീലായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തു. MKK നായരെ ശിക്ഷിക്കാതെ വെറുതെ വിട്ട സെഷൻസ് ജഡ്ജിയാണ്. ഇന്നലെ MKK അനുസ്മരണത്തിന് വേണു പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ വേണു, IFSകാരൻ. അപ്പോൾ ഞാനത് കേൾക്കാൻ പോയി. ഭർത്താവും വലിയ ലോക്യം പറഞ്ഞു, മകനൊക്കെ നല്ല ഇതുപോലുള്ള ഒരു സ്ത്രീ രത്നത്തെ കണ്ടിട്ടില്ല. പലരും മനസ്സിലാക്കിയില്ല. നമ്മുടെ ജുഡീഷ്യറിയുടെ തലതൊട്ടപ്പന്മാരും അത് മനസ്സിലാക്കിയില്ല. അവരെ ഹൈക്കോടതി ജഡ്ജിയാക്കിയില്ല. ഒരു പക്ഷേ MKK വെറുതെ വിട്ടുകൊണ്ടാണോ എന്നൊക്കെ സംശയമുണ്ട്. ഐ ഡോണ്ട് നോ. എന്തായാലും സർവ്വഥാ യോഗ്യയായ ഒരു ജില്ലാ സെഷൻസ് ജഡ്ജിയായിരുന്നു എലിസബത്ത് മത്തായി ഇടുക്കുള്ള. അവർ ജഡ്ജി ആവാതെ ഹൈക്കോടതിയിൽ വരുമ്പോഴും ഞങ്ങൾ എപ്പോഴും വരാൻ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും. എന്നോടും വളരെയധികം സ്നേഹവും കാരുണ്യവും അവരും അവരുടെ ഭർത്താവും ഈ കുടുംബം കാണിച്ചിട്ടുണ്ട്. അവർ കേസ് 2 ദിവസം കൊണ്ട് കേസ് വെറുതെ വിട്ടു. ഈ ഫുഡ് അഡൾട്രേഷൻ കേസ് അത്രയ്ക്ക് നല്ല കേസാണ്. അല്ലെ, നമ്മളോടുള്ള കാരുണ്യം കൊണ്ടല്ല ഇവിടെ എന്തായാലും എലിസബത്ത് മത്തായി ഇടുക്കുള്ള അങ്ങനെ വിടുന്ന ആളല്ലല്ലോ. കേസ് വെറുതെ വിട്ടു. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ഊർജ്ജസ്വലത പ്രൊഫഷനിലെ അത്രയേ ഉള്ളൂ നമുക്കുണ്ട്. പിന്നെ അവസാനം വരെ നമ്മൾ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത് നടന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസല്ലേ തൂക്കുന്നത്, വക്കീലല്ലല്ലോ അവിടെ തൂക്കുന്നത്. അങ്ങനത്തെ അനുഭവം നന്നായി കിട്ടി. ഈ ബാരിസ്റ്റർ എം എ ജോസഫിൻ്റെ ഓഫീസിൽ അദ്ദേഹം
എന്നോട് ഓഫീസ് അറ്റൻഡ് ചെയ്തോളൂ, ലൈബ്രറി അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞേ ഉള്ളെങ്കിലും കേസ് നടത്താനുള്ള അവസരം തന്നു, അതിന് ഫീസും തന്നു, അതിന് പ്രതിഫലവും തന്നു. നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകത്തക്കവണ്ണം ആരെയും കൂസാതെ, അതിൽ നിന്ന് എം.എ. ജോസഫ് ഇന്ന് ആ ഒരു വാക്കൂടെ പറയാതെ ഞാൻ പോയിക്കൂടാ, ആരെയും കൂസാതെ കേസ് നടത്തുന്ന ഒരു വക്കീലായിരുന്നു എം.എ. ജോസഫ്. അഭിഭാഷകർ അങ്ങനെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ ബെഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ബാരിസ്റ്റർ എം.എ. ജോസഫ് ഒരു കേസ് വാദിക്കണം, ഞാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കോടതിയിലുണ്ട്. അന്നത്തെ ഒരു ലേസൺ ഓഫീസർ കം ഗവൺമെൻറ് ലീഡറുണ്ട്, KPG മേനോൻ എന്നാണ് പേര്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെന്ന്. KPG മേനോൻ എന്ത് പറയുന്നോ അതാണ് അന്നത്തെ ആ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ്. കാരണം അതിനപ്പുറത്തേക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സില്ലാത്തതുകൊണ്ടോ ഒക്കെ ആവാം. ബാരിസ്റ്റർ എം.എ. ജോസഫ് കേസ് എടുത്തു വെച്ചിട്ട് he was arguing against a government order. He submitted most arbitrary, unjust order. അപ്പോൾ ജഡ്ജി പറഞ്ഞു, മിസ്റ്റർ ജോസഫ്, as far as I understand, there is no scope for argument of arbitrariness when Article 14 is suspended. You know, during emergency, Indira Gandhi suspended Article 14, fundamental right to suspend ചെയ്തിരിക്കുകയാണ്. Article 21 സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാരിസ്റ്റർ ജോസഫിൻ്റെ പ്രതികരണമാണ് ഇമ്പോർട്ടൻറ്റ്. Yes, my lord, here are eminent judges elsewhere who has understood the proposition correctly. അമേരിക്കൻ ഡിസിഷൻ എടുത്തു വെച്ച് വായിച്ചു കേൾപ്പിക്കുകയാണ്. US സുപ്രീം കോർട്ടിൻ്റെ വിധി ന്യായം വായിച്ച് ചുമ്മാ പറഞ്ഞ് പോകല്ല, അങ്ങനെയുണ്ട്, റൂളിംഗ് ഉണ്ട്. ഇതേ സമ്പ്രദായമൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ. ഈ ആർട്ടിക്കിൾ 14 മുമ്പ് ആർബിട്രേഴ്സ് ഇല്ലെന്നാണ് അർത്ഥം. ആർട്ടിക്കിൾ 14 comes only after the constitution. M.A. Joseph rightly submits Article 14 arbitrariness can be alleged and successfully alleged even without Article 14. അതിന് ചരിത്രപരമായ പശ്ചാത്തലം പെട്ടെന്ന് വിവരിച്ചുകൊണ്ട് ഷോർട്ടായിട്ട്, എന്നാലും പാലം കുടുങ്ങിയാലും കേളം കുടുങ്ങില്ല എന്ന് പറയുന്നത് പോലുള്ള ജഡ്ജിമാർ ചിലപ്പോൾ ഇരുന്നിട്ട് അന്ന് ഓർഡർ കിട്ടിയില്ല എന്ന് വരും, പക്ഷേ അത് എൻ്റെ മനസ്സിൽ തറച്ചു. ഈ ഒരു ആർഗ്യുമെൻ്റ് കോടതി കേൾക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആർഗ്യുമെൻ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പുതിയ പുതിയ നിയമ പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ കല്ലും മുള്ളും ആണെങ്കിലും അത് എടുത്തുമാറ്റി വെട്ടുമാറ്റി മുന്നോട്ട് പോകണം അഭിഭാഷകർ. അഭിഭാഷകരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സത്യത്തിൽ അതാണ്. അല്ലാതെ ജഡ്ജി എന്നോട് വിരോധം ഭാവിക്കുകയോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതല്ല എന്ന് എൻ്റെ ആദ്യ പാഠം പഠിക്കുന്നത് ഞാൻ ബാരിസ്റ്റർ M.A. ജോസഫിൽ നിന്നാണ്. ഞാൻ സ്വതന്ത്രനായി പ്രാക്ടീസ് ചെയ്തതിന് തുടങ്ങിയതിന് ശേഷവും ഒരുപാട് ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ നോക്കി കണ്ട് പഠിച്ച് കോപ്പിയടിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ജഡ്ജിമാരോടും അങ്ങനെയുള്ള അടിമത്ത വിധേയത്വം പുലർത്തിയിട്ടില്ല. ആരും എന്നിൽ നിന്നത് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഒരു ജഡ്ജിമാരും എനിക്കെതിരായിട്ട് എന്തെങ്കിലും വിനയം പോരാത്തതിൻ്റെ പേരിൽ വിധി എഴുതിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ചിലർ വിചാരിക്കുന്ന ജഡ്ജി